ഓരോ ദിവസം കഴിയുന്തോറും മതതീവ്രവാദികളായ ഭീകര ഡോക്ടർമാരുടെ ആക്രമണ പദ്ധതികൾ ഒന്നൊന്നായി ചുരുളഴിഞ്ഞു വരികയാണ്. അയോധ്യയും വാരണാസിയും അടക്കമുള്ള ഇന്ത്യയിലെ 6 ഇടങ്ങളിലായി ഒരേ സമയം ആക്രമണ പരമ്പര അഴിച്ചുവിടാനായി 32 കാറുകളും 3 ടണ്ണിലധികം സ്ഫോടക വസ്തുക്കളും ഏതാനും ഡോക്ടർ ഭീകരർ ചേർന്ന് ഒരുക്കിയപ്പോൾ സമാന്തരമായി 10,000ങ്ങളെ വിഷം പ്രയോഗിച്ച് കൊല്ലുവാൻ മറ്റൊരു ഡോക്ടർ ഒരുക്കിക്കൊണ്ടിരുന്നത് റൈസിൻ എന്ന ബയോവെപ്പണിന്റെ ബൃഹത്തായ ശേഖരമായിരുന്നു. ഇവർ നടപ്പാക്കാൻ പദ്ധതിയിട്ടത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനത്തിന്റെയും ദില്ലി, ഗുജറാത്ത്, കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ തീവ്രവാദികളായ ഡോക്ടർമാരെ കുറിച്ചുള്ള അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ സർവകലാശാല അൽ ഫലാഗ് സർവകലാശാലയിലേക്ക് ഇപ്പോൾ അന്വേഷണം നീളുകയും അതിന്റെ ഭാഗമായി സർവകലാശാലയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 8ഓളം പേരിൽ 5 പേരും അൽ ഫലാഗ് സർവകലാശാലയിലെ ഡോക്ടർമാരാണെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനം ഒരു ഭീകരവാദത്തിന്റെ നിഗൂഢ കേന്ദ്രമാണെന്ന കൃത്യമായ നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അൽ ഫലാഗ് മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ ജവേദ് സിദ്ദിഖി എന്നയാൾ 1997 ഒരു എഞ്ചിനീയറിംഗ് കോളേജായി ആരംഭിച്ച ഈ സ്ഥാപനത്തിന് 2014 സർവകലാശാലയായി അംഗീകാരം ലഭിച്ചത്. 78 ഏക്കറോളം വരുന്ന വിശാലമായ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഈ സർവകലാശാലയുടെ അധികൃതരുടെ അറിവോടെയാണോ വിധ്വംസക പ്രവർത്തകരും രാജ്യവിരുദ്ധ തീവ്രവാദ താൽപര്യരുമായ ഡോക്ടർമാർ താവളമാക്കിയതെന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചില വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ടുള്ളയാളാണ് സിദ്ദിഖെങ്കിലും സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തെറ്റായ അക്രഡിറ്റേഷൻ അവകാശവാദങ്ങൾ വെളിപ്പെടുത്തിയ റിപ്പോർട്ടുകളും ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക ഭരണപരമായ ക്രമക്കേടുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളുടെ പരിശോധനയിലാണെങ്കിലും രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വലിയ നടുക്കമാണ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിയിലെ നിരവധി ഫാക്കൽറ്റി അംഗങ്ങൾ ഒരു വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിൽ ഉൾപ്പെട്ടതിനെയും കുറച്ച് കാലത്തേക്കെങ്കിലും തിരിച്ചറിയപ്പെടാതെ പ്രവർത്തിച്ച ഈ വിദ്യാസമ്പന്നരായ പ്രൊഫഷണലുകൾ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി യൂണിവേഴ്സിറ്റി സൗകര്യങ്ങൾ ഒരു അടിത്തറയായി ഉപയോഗിച്ചു എന്ന അതീവ നിർണായകമായ കാര്യങ്ങളെ നിസ്സാരമായി കാണുവാൻ കഴിയുന്ന കാര്യമല്ലെന്നും ഈ സർവകലാശാല ദില്ലിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തലസ്ഥാനത്ത് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു മൊഡ്യൂളിനുള്ള താവളമായി തെരഞ്ഞെടുക്കുന്നതിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ടെന്നും തീവ്രവാദികൾ തങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സർവകലാശാല സ്ഥലം ഉപയോഗിക്കുകയും മീറ്റിംഗുകൾ ആസൂത്രണം ചെയ്യുന്നതിനും ഡാറ്റ സൂക്ഷിക്കുന്നതിനുമുള്ള ഒരു കേന്ദ്രമായി ഒരു ഹോസ്റ്റലിലെ 17ാമത്തെ കെട്ടിടത്തിലെ 13ാമത്തെ മുറി ഉപയോഗിച്ചെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ചെങ്കോട്ടയിൽ നിരപരാധികളായ 13 പേരെ കൂടെ കൊലക്കി കൊടുത്തുകൊണ്ട് പൊട്ടിത്തെറിച്ച പുൽവാമയിൽ നിന്നുള്ള ഡോക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഉമർ ഉൻ നബി സ്വന്തം വീട്ടിൽ നിന്ന് വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുസമ്മിൽ ഖനായി ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായിരുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന അംഗമായ ഡോക്ടർ ഷഹീൻ സായിദ് ഈ സർവകലാശാലയുമായി അടുത്ത് ബന്ധം പുലർത്തുകയും ഇവിടെ തീവ്രവാദ സംഘടനയുടെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിന് നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്നുമുള്ള തെളിവുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അറസ്റ്റിലായ വ്യക്തികൾ ജീവനക്കാർ മാത്രമാണെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഭീകരവാദ ഗൂഢാലോചനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സർവകലാശാല ഭരണകൂടം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണ സംഘം അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. ഇതിനിടയ്ക്ക് ആവണക്കെണ്ണയിൽ നിന്ന് റൈസിൻ എന്ന വിഷദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനുമായി ഗുജറാത്തിൽ നിന്ന് സുരക്ഷാ സേനയുടെ പിടിയിലായ മറ്റൊരു ഭീകരവാദി ഡോക്ടറായ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളുമായി അയാളുടെ സഹോദരൻ രംഗത്തെത്തി. അറസ്റ്റിലാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ സഹോദരൻ ഒരു എണ്ണ വേർതിരിച്ചെടുക്കൽ യന്ത്രം വാങ്ങിയെന്നും എന്നാൽ ആ മെഷീൻ ഉപയോഗിച്ച് അഹമ്മദ് എന്താണ് നിർമ്മിക്കുന്നതെന്ന് തങ്ങൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഭീകരന്റെ സഹോദരനായ സയ്യിദ് ഉമർ ഫാറൂഖ് വെളിപ്പെടുത്തിയത്. നവംബർ 5 ഒരു ഉപഭോക്താവിന് എണ്ണ വിതരണം ചെയ്യുവാൻ ഗുജറാത്തിലേക്ക് പോകുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് റൈസിൻ ഉൽപ്പാദിപ്പിച്ച് കാണിച്ചെങ്കിലും അവർക്കൊന്നും സംശയം തോന്നിയില്ലെങ്കിലും അത് വിചിത്രമായി തോന്നിയെന്നുമാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2007-2013 കാലഘട്ടത്തിൽ ചൈനയിൽ നിന്ന് MBBS നേടിയ അഹമ്മദ് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല.
ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന ഗൂഢാലോചനകളുടെ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നടത്താനിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര ആക്രമണമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഇതിനായി ഭീകരന്മാർ ഇന്ത്യയിൽ എത്തിച്ചത് 3200 കിലോ സ്ഫോടക വസ്തുക്കളും പൊട്ടിത്തെറിക്കുവാൻ പാകത്തിലുള്ള 32 കാറുകളുമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളെക്കാൾ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ ഈ ആസൂത്രിത സ്ഫോടനങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിലും കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അതെല്ലാം ഇല്ലാതാക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്.